ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭാ കവാടത്തിൽ സമരം പ്രഖ്യാപിച്ച UDF SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭാ കവാടത്തിൽ സമരമിരിക്കുന്നത്. MLAമാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സമരമിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. അതേസമയം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് SITയുടെ അന്വേഷണമെന്നും സമരം ഹൈക്കോടതിക്കെതിരെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. അതേസമയം സഭാ കവാടത്തിൽ പ്രതിഷേധം തുടരുമ്പോഴും സഭാ നടപടികളുമായി സഹകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, പുതിയൊരു സമര രീതിയുമായി രംഗത്തെത്തുകയാണ് പ്രതിപക്ഷം. അതായത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല, അങ്ങനെയൊരു സഭാ നടപടികളോട് സഹകരിക്കുന്നില്ല എന്ന് സർക്കാരിന് പറയാനുള്ളൊരു വാദം പോലും മുന്നോട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത തരത്തിൽ ഒരു വശത്ത് പ്രതിഷേധം നടത്തുന്നു, സമാധാനപരമായി മറുവശത്ത് സഭാ നടപടികളോട് സഹകരിക്കുന്നു. എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഇന്നത്തെ ദിവസത്തിന് തന്നെ സഭ ആരംഭിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഒരു കാര്യമാണ് ഈ ഒരു സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ആ സമയത്ത് തന്നെ സമാന്തരമായി ഒരു പ്രതിഷേധം സഭാ കവാടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന തരത്തിൽ, അതായത് 2 അംഗങ്ങൾ, അതായത് CR മഹേഷും നജീബ് കാന്തപുരവും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകും. പക്ഷേ അതിനൊപ്പം തന്നെ ഇന്ന് കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട് 11 മണിക്ക്. ഒപ്പം ഈ ഒരു സഭയിലും ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ 10 മണിക്ക് വരുന്ന മറ്റൊരു വിഷയം, അതായത് അടിയന്തര പ്രമേയമായി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്ന് പറയുന്നത്. അതായത് ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിരുന്നു ഇപ്പോൾ സഭയിലും പുറത്തുമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ച ഒരു വിഷയം. അതിനിടയിലാണ് ഈ ഒരു കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വരുന്നതും അത് സഭയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിൽ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുന്നില്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സമരങ്ങൾ നടത്തുന്നത്, അടിയന്തര പ്രമേയമായി കൊണ്ടുവരാതെ തന്നെ സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമായി ഉയർന്നത്. അതിന് മറുപടിയായ രീതിയിലാണ് ഇന്ന് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകും. പക്ഷേ സത്യാഗ്രഹ സമരവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും പുറത്തു നടക്കും. അതിനൊപ്പം തന്നെ CPM ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ഒപ്പം ഒരു പണം തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണിക്കുള്ള അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇത് ഉന്നയിക്കും. ആ സമയത്ത് അടിയന്തര പ്രമേയത്തിന് അനുവാദം ലഭിച്ചില്ല എങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കും മറ്റും സഭയ്ക്ക് വിഷയമാകും. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സഭ പാത്രമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് സമരമായി തുടരുന്നു. അതിനൊപ്പം തന്നെ പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമായി സഭയിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് 2 രീതിയിൽ സഭയിൽ ഈ കാര്യം എത്തിക്കുക, അത് സഭ അടിയന്തര പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ നജീബ് കാന്തപുരവും CR മഹേഷ് MLAയും ഇപ്പോൾ സഭാ കവാടത്തിൽ സത്യഗ്രഹവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.